നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും തീരദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭം. തീരത്ത് ഭിത്തി നിർമ്മാണത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് NK അക്ബർ MLAയും പഞ്ചായത്ത് ജനപ്രതിനിധികളും ചേർന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനുമായി കൂടിക്കാഴ്ച നടത്തി. സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി. ചാവക്കാട് ഇരട്ടപ്പുഴ കോളനിപ്പടിയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് 3 പേർക്ക് പരിക്ക്. പുതുവീട്ടിൽ ഷറഫുദ്ദീന്റെ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് മുറിഞ്ഞു വീണത്. ഷറഫുദ്ദീന്റെ ഭാര്യ താഹിറ, താഹിറയുടെ സഹോദരിമാരായ സുബൈദ, ഷമീറ എന്നിവർക്ക് പരിക്ക്. ഒരുമനയൂരിൽ റോഡിലേക്ക് നാടൻ ബോംബെറിഞ്ഞ സംഭവത്തിൽ യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റിലായത് 20ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മസ്താൻ ഷഫീഖ്. വീട്ടിൽ ബോംബ് സൂക്ഷിച്ചത് മാതാവ് ചോദ്യം ചെയ്തതോടെ മദ്യലഹരിയിലായിരുന്ന ഷഫീഖ് റോഡിലേക്ക് എറിയുകയായിരുന്നുവെന്ന് മൊഴി. നെല്ല് സംഭരണ വിതരണ കേന്ദ്രത്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയ CPIM നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത്. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂരിലുള്ള ചൂണ്ടൽ നെല്ല് സംഭരണ കേന്ദ്രത്തിന്റെ അക്കൗണ്ടിൽ നിന്നും വ്യാജ ഒപ്പിട്ട് 9,30,000 രൂപ തട്ടിയെടുത്ത CPIM നേതാവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ KP രമേശിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. ഇനിയുള്ള 1 മാസം ആനത്താവളത്തിലെ കരിവീരക്കൂട്ടങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ കാലം. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും തീരദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിലേക്ക് വിനോദയാത്ര പോകുന്നവർക്കും മുന്നറിയിപ്പുണ്ട്. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് തീരത്ത് ഭിത്തി നിർമ്മാണത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് NK അക്ബർ MLA ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനുമായി കൂടിക്കാഴ്ച നടത്തി. കടൽ ഭിത്തി നിർമ്മാണത്തിൽ കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കടൽക്ഷോഭ സമയത്ത് ശുദ്ധജലം ലോറികളിൽ വിതരണം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സംബന്ധിച്ചും ആലോചനകൾ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ VP മൻസൂർ അലി, മുഹമ്മദ് മാസ്റ്റർ, റാഹില വഹാബ്, ഹസീന താജുദ്ദീൻ, പ്രസന്ന ചന്ദ്രൻ, സമീറ ഷെരീഫ്, അബ്ദുൾ ഗഫൂർ AV എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ദുരിതമനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കണമെന്ന് BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ആവശ്യപ്പെട്ടു. മത്സ്യ മസ്ദൂർ സംഘം ചാവക്കാട് യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസ യോജനയുടെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് KM മനോജ് അധ്യക്ഷത വഹിച്ചു. BMS മേഖലാ പ്രസിഡന്റ് KA ജയതിലകൻ, മത്സ്യ മസ്ദൂർ സംഘം ജില്ലാ സെക്രട്ടറി KV ശ്രീനിവാസൻ, ബിജു CA, രാമിഷിക്, AV നാരായണൻ എന്നിവർ സംസാരിച്ചു. MV സുബ്രഹ്മണ്യൻ പ്രസിഡന്റ്, സന്തോഷ് NV വൈസ് പ്രസിഡന്റ്, മിതേഷ് KV സെക്രട്ടറി, പ്രവീൺ RS ജോയിന്റ് സെക്രട്ടറി, രജീഷ് AR ട്രഷറർ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. ചാവക്കാട് ഇരട്ടപ്പുഴ കോളനിപ്പടിയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് 3 പേർക്ക് പരിക്കേറ്റു. പുതുവീട്ടിൽ ഷറഫുദ്ദീന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് മുറിഞ്ഞു വീണത്. ഷറഫുദ്ദീന്റെ ഭാര്യ താഹിറ, താഹിറയുടെ സഹോദരിമാരായ സുബൈദ, ഷമീറ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 4 മണിക്കായിരുന്നു സംഭവം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖ് അലി, കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ, ഒരുമനയൂർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് KG വിജേഷ്, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ PA നാസർ, സജീവ് എന്നിവർ സ്ഥലത്തെത്തി. ഒരുമനയൂരിൽ റോഡിലേക്ക് നാടൻ ബോംബെറിഞ്ഞ സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മണ്ണുത്തി സ്വദേശിയും ഇപ്പോൾ ഒരുമനയൂർ ഇല്ലത്തുപടിക്ക് കിഴക്ക് ശാഖാ റോഡിൽ താമസക്കാരനുമായ ചേക്കുവീട്ടിൽ ഷെഫീഖിനെയാണ് റിമാൻഡ് ചെയ്തത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് ഉഗ്രശബ്ദത്തിൽ സ്ഫോടനമുണ്ടായത്. തുടർന്ന് വലിയ പുകയുമുണ്ടായി. ഉടൻ തന്നെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി അന്വേഷണം നടത്തി. പിന്നീട് ബോംബ് സ്ക്വാഡെത്തി നാടൻ ബോംബാണെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സമീപവാസിയായ ഷെഫീഖിനെ പോലീസ് പിടികൂടിയത്. ഇയാൾ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളുള്ള പ്രതിയാണ്. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. ബോംബ് റോഡിലേക്ക് എറിഞ്ഞത് മാതാവുമായുള്ള തർക്കത്തെ തുടർന്നാണെന്ന് പ്രതി മസ്താൻ ഷഫീഖ് പോലീസിനോട് പറഞ്ഞു.
വീട്ടിൽ ബോംബ് സൂക്ഷിച്ചത് മാതാവ് ചോദ്യം ചെയ്തതോടെ മദ്യലഹരിയിൽ ഷെഫീഖ് ബോംബ് റോഡിലേക്ക് എറിയുകയായിരുന്നു. നേരത്തെ 20-ലധികം കേസുകളിൽ പ്രതിയാണ് മസ്താൻ ഷെഫീഖ്. 4 മാസം മുമ്പ് ബോംബ് നിർമ്മിച്ച് വീടിന് മുകളിൽ സൂക്ഷിക്കുകയായിരുന്നു. ഇതേ ചൊല്ലി കഴിഞ്ഞ ദിവസം മാതാവുമായി വാക്കുതർക്കമുണ്ടായി. തുടർന്നുള്ള വൈരാഗ്യത്തിൽ മദ്യലഹരിയിലായിരുന്ന ഷെഫീഖ് ബോംബ് റോഡിൽ എറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു. ഷെഫീഖിന്റെ വീട്ടിൽ തൃശൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡ് സംഘമെത്തി പരിശോധന നടത്തി. കരിങ്കൽ ചീളും കുപ്പിച്ചിലും വെടിമരുന്നും തുണിയിൽ കൂട്ടിക്കെട്ടിയാണ് നാടൻ ബോംബ് നിർമ്മിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെടും. CCTV ന്യൂസ് ചാവക്കാട്. ആതിഥേയരായ തൃശൂരിന് പുറകെ പാലക്കാടും സെമിയിൽ. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന 49ാമത് കേരള സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 3ാം ദിനത്തിൽ നടന്ന മത്സരങ്ങളിൽ കാസർകോടിന് ഏകപക്ഷീയമായ 3 ഗോളിനും വയനാടിനെ സമനിലയിൽ കുരുക്കിയുമാണ് പാലക്കാട് സെമിയിലേക്ക് കുതിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ നടന്ന മത്സരത്തിൽ പാലക്കാട് ഇടുക്കിയെ പരാജയപ്പെടുത്തിയിരുന്നു. പോയിന്റ് പട്ടികയിൽ പാലക്കാടിനും വയനാടിനും ഒരേ പോയിന്റാണെങ്കിലും ഗോൾ ശരാശരിയിൽ വയനാടിനെ മറികടന്ന് പാലക്കാട് സെമി ബർത്ത് ഉറപ്പിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളിന് കാസർകോട് ഇടുക്കിയെ പരാജയപ്പെടുത്തി. 8:30 നടന്ന മത്സരത്തിൽ പാലക്കാടും വയനാടും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നടന്ന മത്സരത്തിൽ പാലക്കാട് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് കാസർകോടിനെ പരാജയപ്പെടുത്തി. 4:30 മത്സരത്തിൽ വയനാട് ഏകപക്ഷീയമായ 2 ഗോളിന് ഇടുക്കിയെ പരാജയപ്പെടുത്തുകയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് സംഘാടകർ അറിയിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂരിലുള്ള ചൂണ്ടൽ നെല്ല് സംഭരണ കേന്ദ്രത്തിന്റെ അക്കൗണ്ടിൽ നിന്നും വ്യാജ ഒപ്പിട്ട് 9,30,000 രൂപ തട്ടിയെടുത്ത CPIM നേതാവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ KP രമേശിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡല കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2017 നെല്ല് സംഭരണ കേന്ദ്രത്തിന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കേച്ചേരി ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിൽ നിന്നും സംഭരണ കേന്ദ്രത്തിന്റെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും വ്യാജ ഒപ്പിട്ട് 4 തവണകളായി 9,30,000 രൂപ KP രമേശ് തട്ടിയെടുത്തെന്ന പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് കുന്നംകുളം പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് പണം നൽകാൻ പോലും തയ്യാറാകാത്ത സർക്കാർ കർഷകരുടെ പണം വ്യാജ ഒപ്പിട്ട് തട്ടിയെടുത്ത CPIM നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. പണം തട്ടിയെടുത്ത് വർഷങ്ങൾ പിന്നിട്ടിട്ടും കേസ് കൊടുക്കാൻ പോലും CPIMന്റെ നിയന്ത്രണത്തിലുള്ള നെല്ല് സംഭരണ സൊസൈറ്റി ഭാരവാഹികൾ തയ്യാറാകാത്തത് ഗൂഢാലോചനയാണോ എന്നതും അന്വേഷിക്കേണ്ടതാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ കേസെടുത്ത സാഹചര്യത്തിൽ പ്രതിയായ CPIM നേതാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പണം തിരിച്ചുപിടിക്കണമെന്നും കൂടുതൽ അന്വേഷണം നടത്തി കുറ്റക്കാരായ മുഴുവൻ ആളുകൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ രാജ്യത്ത് മാതൃകയാകേണ്ട പൊതുപ്രവർത്തകൻ പകൽക്കൊള്ള നടത്തിയിട്ട് അയാളെ ഉടൻ അറസ്റ്റ് ചെയ്യണം. രണ്ടാമതൊന്ന്, 2015 മുതൽ ഈ നിമിഷം വരെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി കൈകാര്യം ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശിഷ്ട CPM ആണ്. അതുപോലെ തന്നെ നെല്ല് സംഭരണ കേന്ദ്രത്തിന്റെ ഭരണം ഈ നിമിഷം വരെ CPM ആണ് കൈകാര്യം ചെയ്യുന്നത്. ഇത്തരം മാരകമായ ഒരു കുറ്റം നടന്ന് വിജിലൻസ് വർഷങ്ങളോളം അന്വേഷിക്കുകയും പിന്നീട് ലോക്കൽ പോലീസിന് കൈമാറി ലോക്കൽ പോലീസ് തട്ടിക്കളിച്ച് അവസാനം ഇന്നലെ സീമോട്ടെക് കേസ് എടുത്തിട്ടും ഈ നിമിഷം വരെ പഞ്ചായത്തോ നെല്ല് സംഭരണ കേന്ദ്രമോ ഇതിനെ കുറിച്ച് വിവരം പുറത്തുവിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശദമായ വിജിലൻസ് അന്വേഷണം നെല്ല് സംഭരണ കേന്ദ്രത്തിന്റെ ഭരണസമിതിക്കെതിരെയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും എതിരെയും വേണം. ഇത് കൈകാലമത്രയും കൈകാര്യം ചെയ്ത CPM പൊതുസമൂഹത്തിൽ മറുപടി പറയും. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, ചൂണ്ടൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് RM ബഷീർ, ചൂണ്ടൽ പഞ്ചായത്ത് അംഗങ്ങളായ ആന്റോ പോൾ, ND സജിത് കുമാർ, ധനേഷ് ചുള്ളിക്കാട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. സ്പന്ദനം വടക്കാഞ്ചേരിയുടെ 10ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം ജൂലൈ 6 മുതൽ 9 വരെ വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യും. സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, മറ്റു ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. സമാപന സമ്മേളനം ജൂലൈ 9 വൈകിട്ട് 5:30 ചലച്ചിത്ര സംവിധായകൻ മാധവ് രാംദാസ് ഉദ്ഘാടനം ചെയ്യും. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേമപ്രസാദ് മുഖ്യാതിഥിയാകും. വിവിധ ഭാഷകളിലുള്ള 25ഓളം ചലച്ചിത്രങ്ങളും 25ഓളം ഹ്രസ്വചിത്രങ്ങളും ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കും. ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായിരുന്ന അന്തരിച്ച ചെലവൂർ വേണുവിനെക്കുറിച്ചുള്ള ജീവിതവും കാലവും എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും. സുഭാഷ് പുഴയ്ക്കൽ, ജയൻ മേലേതിൽ, PSA ബക്കർ, MK ഉസ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
കാലാവസ്ഥാ വ്യതിയാനം സംസ്ഥാനത്തെ കാർഷിക മേഖലയെ സാരമായി ബാധിക്കുന്നുവെന്നത് സർക്കാർ ഗൗരവമായിട്ടാണ് കാണുന്നതെന്നും അർഹരായവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലം തൃശൂർ, പാലക്കാട് ജില്ലകളിലടക്കം 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയർന്ന ഇതുമൂലം നെല്ലുൽപാദനം പകുതിയിലേറെ കുറഞ്ഞത് കർഷകരെ വളരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്നും കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് മുരളി പെരുന്നെല്ലി MLA അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു കൃഷി വകുപ്പ് മന്ത്രി. ശാസ്ത്രീയമായി സംസ്കരിച്ചെടുക്കാത്ത വിത്തിനങ്ങളും ശരിയായ ഫലം നൽകാത്ത രാസവളം, കീടനാശിനി പ്രയോഗങ്ങളും ഗുണനിലവാരമില്ലാത്ത ജൈവവളങ്ങളും മണ്ണിൻ്റെ ഘടന, ഒരേ വിത്ത് ഉപയോഗിച്ചുള്ള ആവർത്തന കൃഷി എന്നിവ മൂലവും ഉൽപ്പാദനത്തിൽ വൻ ഇടിവും കനത്ത നഷ്ടവുമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇത്തവണത്തെ ഈ വിളവെടുപ്പിൽ ഉണ്ടായ ആ സംഭവത്തിൽ കൃത്യമായ പരിശോധന നടത്തുകയും അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കുകയും ബാക്കിയുള്ള നെല്ലിൻ്റെ സംഭരണ വില കൊടുക്കുന്നതിനാവശ്യമായ അടിയന്തരമായ നടപടിയെടുക്കണമെന്നുള്ളതാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ വഴി. 2024 ഫെബ്രുവരി മുതൽ മെയ് വരെയുണ്ടായ കടുത്ത വരൾച്ചയും ഉഷ്ണതരംഗവും തുടർന്നുണ്ടായ അതിതീവ്ര മഴയും കാരണം നെൽകൃഷിയിലും മറ്റ് ഇതര കൃഷിയിലും വ്യാപകമായ നാശനഷ്ടവും ഉൽപാദനത്തിൽ കുറവും സംഭവിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. വരൾച്ച മൂലമുണ്ടായ കൃഷിനാശം വിലയിരുത്താൻ ബ്ലോക്ക് തലത്തിൽ വിദഗ്ധ സമിതി രൂപീകരിക്കുകയും സ്ഥല സന്ദർശനം നടത്തി നഷ്ടം തിട്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ ഉൽപാദനത്തിൽ ഹെക്ടറിന് 500 മുതൽ 1000 കിലോ വരെ കുറവുണ്ടായി എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 6369 ഹെക്ടർ നെൽകൃഷിക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളതിൽ പ്രത്യക്ഷമായി 1.25 കോടി രൂപയുടെയും പരോക്ഷമായി 1.36 കോടി രൂപയുടെയും നഷ്ടം കർഷകർക്കുണ്ടായി എന്നതാണ് പ്രാഥമികമായ കണ്ടെത്തൽ. മെയ് മാസം അവസാനത്തിൽ കേരളത്തിലുണ്ടായ അതിതീവ്ര മഴ 7124 ഹെക്ടർ നെൽകൃഷിയെയും 9246 കർഷകരെയും ബാധിച്ചതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രാഥമിക വിവര കണക്കുപ്രകാരം 106.86 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. കേരളത്തിലെ നെൽവയൽ സംരക്ഷിക്കപ്പെടാനും നെൽകർഷകർക്ക് പരമാവധി സേവനങ്ങൾ നൽകി ഈ മേഖലയെ നിലനിർത്തുവാൻ സർക്കാർ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രകൃതിക്ഷോഭം മൂലം വിളനാശമുണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രകൃതി ദുരന്തങ്ങൾക്കായുള്ള അടിയന്തര പരിഹാര പദ്ധതി മുഖേന വിളനാശത്തിന് നഷ്ടപരിഹാരമായി സംസ്ഥാന വിഹിതവും സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള വിഹിതവും നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നൽകേണ്ട താങ്ങുവിലയോടൊപ്പം സംസ്ഥാന പ്രോത്സാഹന ബോണസ് കൂടി ചേർത്താണ് കർഷകർക്ക് സംഭരണ വില നൽകി വരുന്നത്. ഈ സംഭരണ കാലത്ത് സംസ്ഥാനത്ത് 1,98,214 കർഷകരിൽ നിന്നായി 5,58,412 മെട്രിക് ടൺ നെല്ല് നമ്മൾ സംഭരിച്ചു. ഇതിന്റെ വിലയായി നൽകേണ്ട 1,551.43 കോടി രൂപയിൽ 1,173.81 കോടി രൂപയും നൽകിക്കഴിഞ്ഞു. ഇനി 53,818 കർഷകർക്കായി 407.62 കോടി രൂപ നൽകാൻ ബാക്കിയുണ്ട്. ആയത് നൽകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. നെല്ല് സംഭരിച്ച വകയിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാനത്തിന് 1079.5 കോടി രൂപ ലഭ്യമാകാനുണ്ട്. വിതച്ച നെല്ല് നഷ്ടപ്പെട്ടുപോയ കർഷകർക്ക് വീണ്ടും കൃഷിയിറക്കുന്നതിനായുള്ള നെൽവിത്ത് സൗജന്യമായി നൽകുന്നതിനുള്ള ക്രമീകരണം കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെന്റ് അതോറിറ്റി മുഖേന ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകുന്നതിനായി സാമ്പത്തിക വർഷത്തിൽ 750 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പി പ്രസാദ് കൂട്ടിച്ചേർത്തു. കർഷകർക്ക് ഇൻഷുറൻസിന്റെ പരിരക്ഷ വേഗത്തിൽ കിട്ടണം. കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതുകൊണ്ട് പൂർണ്ണമായ വിളവുകൾ നശിക്കുന്ന അല്ല, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ ഉള്ള വെതർ സ്റ്റേഷനുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് മഴയുടെ കൂടുതൽ, മഴയുടെ കുറവ്, വരൾച്ച കൂടുതൽ, ഉഷ്ണതരംഗം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഉൽപ്പാദനത്തിൽ കുറവ് വരും എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടുള്ള നഷ്ടപരിഹാരം നൽകുന്ന കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ 14 ജില്ലകളിലും നടപ്പിലാക്കി 27 വിളകളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് കർഷകന് ബുദ്ധിമുട്ടില്ലാതെ ഈ ഇൻഷുറൻസിൽ ആളുകൾക്ക് ചേരുന്നതിന് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതായിരിക്കും. അനാവശ്യമായ ഒരു കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുകയില്ല എന്നുകൂടി. CCTV ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ബൈക്കിൽ നിന്നും വീണ യുവാവിന് പരിക്കേറ്റു. വടക്കേക്കാട് വാഴപ്പള്ളി വീട്ടിൽ സെബിക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു അപകടം. പാടത്തിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്നും വീഴുകയായിരുന്നു. പരിക്കേറ്റ സെബിയെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം നഗരസഭയും ആർത്താറ്റ് കുന്നംകുളം കൃഷിഭവനുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല ഉത്സവത്തിന് തുടക്കമായി. CV ഹാളിൽ ജൂലൈ 1-2 തീയതികളിലായാണ് ഞാറ്റുവേല ഉത്സവം നടക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായ ചടങ്ങിൽ ആത്മ ഉപദേശക സമിതി ചെയർമാൻ M ബാലാജി ഞാറ്റുവേല ഉത്സവം ഉദ്ഘാടനം നിർവഹിച്ചു.
ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, നഗരസഭാ സെക്രട്ടറി KP വിശ്വനാഥൻ, നഗരസഭാ കൃഷി ഓഫീസർ S ജയൻ എന്നിവർ പങ്കെടുത്തു. ഞാറ്റുവേല ചന്തയിൽ അഗ്രോ സർവീസ് സെന്റർ, കൃഷിക്കൂട്ടങ്ങൾ, കുടുംബശ്രീ എന്നിവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി തൈകൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും ഒരുക്കിയിട്ടുണ്ട്. ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റും ചൊവ്വന്നൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മരത്തങ്കോട് ചുങ്കത്ത് വീട്ടിൽ CK ജോൺ നിര്യാതനായി. 66 വയസ്സായിരുന്നു. കുന്നംകുളം MJD ഹൈസ്കൂളിലെ റിട്ടയർഡ് അധ്യാപകനാണ്. മരത്തങ്കോട് ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കൂടിയാണ്. ശാരീരിക അസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 11:30യോടെയാണ് അന്ത്യം. മണ്ടമ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിലെ റിട്ടയർഡ് പ്രധാനാധ്യാപിക ഷെറിൻ ജോൺ ഭാര്യയാണ്. ജിഷ്മ ജോൺ, ജിനീഷ ജോൺ എന്നിവർ മക്കളും സോൺ എഡിസൺ, അർണോൾഡ് സണ്ണി എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മൂന്ന് ദിവസം നീണ്ടുനിന്ന വെളിയങ്കോട് ഉമർ ഖാസി ആണ്ട് നേർച്ച അനേകായിരങ്ങൾക്ക് നൽകിയ അന്നദാനത്തോടെ സമാപിച്ചു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും സൂഫി വര്യനുമായിരുന്ന വെളിയങ്കോട് ഉമർ ഖാസിയുടെ 172ാമത് ആണ്ടുനേർച്ചയ്ക്കാണ് സമാപനമായത്. അവസാന ദിവസമായ ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ആരംഭിച്ച അന്നദാനം വൈകിട്ട് 4 മണി വരെ നീണ്ടുനിന്നു. അന്നദാനത്തിന് നാടിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി ആയിരങ്ങളെത്തി. ശനിയാഴ്ച രാത്രി നടന്ന ദിക്ർ ഹൽഗയ്ക്ക് ഖലീൽ ബുഖാരി തങ്ങൾ, ഹംസ സഖാഫി വെളിയങ്കോട് എന്നിവർ നേതൃത്വം നൽകി. 3 ദിവസങ്ങളിലായി മക്ബറ സിയാറത്ത്, സമൂഹ വിവാഹം, അനുസ്മരണ സമ്മേളനം, കൂട്ടപ്രാർത്ഥന, മൗലീദ് പാരായണം എന്നിവയും ഉണ്ടായി. പള്ളി ജാറം ഉറൂസ് കമ്മിറ്റി നേതൃത്വം നൽകി. കോൺഗ്രസ് നേതാവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ചൂണ്ടൽ തെക്കേക്കര ജോസ് പോൾട്ടി നിര്യാതനായി. 78 വയസ്സായിരുന്നു. തൃശൂർ ജൂബിലി മെഡിക്കൽ മിഷൻ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം ചൊവ്വാഴ്ച വൈകിട്ട് കേച്ചേരി സെന്ററിലെയും ചൂണ്ടൽ പഞ്ചായത്തിന് മുന്നിലും പൊതുദർശനത്തിന് ശേഷം ചൂണ്ടൽ പുതുശ്ശേരി റോഡിലെ വസതിയിലെത്തിക്കും. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയ സെമിത്തേരിയിൽ നടക്കും. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് ഭാരവാഹിയായി രാഷ്ട്രീയ രംഗത്ത് ചുവടുറപ്പിച്ച ജോസ് പോൾട്ടി കോൺഗ്രസ് അടാട്ട് ബ്ലോക്ക് പ്രസിഡന്റ്, ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ്, UDF മണലൂർ നിയോജക മണ്ഡലം കൺവീനർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ച ജോസ് പോൾട്ടി നിലവിൽ കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗമാണ്. കേച്ചേരി പ്രിയദർശിനി സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചുവരികയായിരുന്നു. ആഗ്നസ് ഭാര്യയും രോഷിനി, ബ്രിജിനി, സിജിനി എന്നിവർ മക്കളുമാണ്. കളഞ്ഞുകിട്ടിയ പണം ഉടമസ്ഥന് തിരിച്ചു നൽകി യുവാവ് മാതൃകയായി. എടക്കഴിയൂർ സ്വദേശി കുഞ്ഞിരകത്ത് റാഫിയാണ് നേരിന്റെ മാതൃകയായത്. ചാവക്കാട് അരിമാർക്കറ്റ് റോഡിന് സമീപത്ത് നിന്നാണ് യുവാവിന് 38,000 രൂപ കളഞ്ഞുകിട്ടിയത്. പണത്തിനോടൊപ്പം കിട്ടിയ SBI ബാങ്കിന്റെ കുറിപ്പ് കണക്കാക്കി റാഫി ആദ്യം ബാങ്കിലേക്കും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കും വിവരം അറിയിച്ചു. ചാവക്കാട് SHO A പ്രതാപ്, CPO ഹംദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉടമസ്ഥനെ തിരിച്ചറിഞ്ഞ ശേഷം പണം കൈമാറുകയായിരുന്നു. പാവർട്ടി സ്വദേശി ജോസഫിന്റെ കയ്യിൽ നിന്നാണ് പണം നഷ്ടമായത്. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർക്കൊപ്പം മധുരം പങ്കുവെച്ച് ആഘോഷമാക്കി ഡോക്ടേഴ്സ് ദിനാചരണം. പഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്തയ്ക്ക് ഉപഹാരം സമ്മാനിച്ചാണ് ആദര ചടങ്ങിന് ആരംഭമായത്. 24 കേരള ബറ്റാലിയൻ NCC അസോസിയേറ്റ് ഓഫീസർ മേജർ P. ജസ്റ്റ് രാജു, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, VL ബിജു, സ്റ്റാഫ് നഴ്സ് ജോയ്സി C. ജോൺ, ഫാർമസിസ്റ്റ് BG രാജേശ്വരി, ജൂനിയർ പബ്ലിക് നഴ്സ് ഡേസി ആന്റണി, J. ബിനി എന്നിവർ സംബന്ധിച്ചു. ആരോഗ്യ പ്രവർത്തകർക്ക് കേക്കും മധുര പലഹാരവും വിതരണവും നടന്നു. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള താൽക്കാലിക ജീവനക്കാരുടെ വേതനം വെട്ടിക്കുറച്ച സംഭവം പ്രതിഷേധാർഹമാണെന്ന് ജീവനക്കാർ. കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിലാണ് ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. 650 രൂപ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ജീവനക്കാർ 26 ദിവസം ജോലി ചെയ്താൽ 9 ദിവസത്തെ വേതനം മാത്രമേ നൽകാൻ കഴിയൂ എന്ന സർക്കാരിന്റെ പുതിയ ഉത്തരവിനെ തുടർന്നാണ് പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തെത്തിയത്. 2024 ഏപ്രിൽ 1 തീയതി മുതലാണ് വേതനത്തിൽ മാറ്റം വരുത്തിയത്.
കേന്ദ്ര സർക്കാർ തുക വെട്ടിക്കുറച്ചതിനാലാണ് പുതിയ തീരുമാനമെന്നും ഉടൻ പഴയ രീതിയിലാകുമെന്നും ഉദ്യോഗസ്ഥർ താൽക്കാലിക ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ജീവനക്കാരെ പല ഭാഗങ്ങളിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. ഇതോടെ പലർക്കും ശമ്പളമായി ലഭിക്കുന്ന തുക യാത്രാ ചെലവുകൾക്ക് മാത്രമാണ് തികയുന്നതെന്നും ജീവനക്കാർ പറഞ്ഞു. പല താൽക്കാലിക ജീവനക്കാരും ജീവിക്കുന്നത് വാടക വീടുകളിലാണ്. നമുക്കറിയാം, പല ആൾക്കാർക്കും ജീവിത ശൈലി രോഗങ്ങളുണ്ട്. വീട്ടിലെ കുട്ടികളെ സ്കൂളിൽ ചേർക്കേണ്ട സമയമാണ്. ഇതൊക്കെ ആയിട്ടും ഈ വിഷമങ്ങളൊക്കെ ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ച സമയത്ത് അവര് പറഞ്ഞത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിന്നാ മതി. അപ്പൊ മാർച്ചിലെ പൈസ ഏപ്രിലിൽ വേണ്ടത് ഞങ്ങൾക്ക് വന്നില്ല. അത് വന്നത് പകുതി പൈസ വന്നത് മെയ് മാസത്തിലാണ്. മെയ് മാസത്തെ സാലറിയും ഇല്ല. ഈ 9 ദിവസത്തെ സാലറി വരണ്ടേ, അതും ഇല്ല. ഏപ്രിലില്ല, മെയ്യിലില്ല. ഇപ്പൊ ജൂൺ മാസം കഴിഞ്ഞു. ജൂൺ മാസത്തിലില്ല. 7-ാം തീയതിയുള്ളിൽ കിട്ടണം എന്നുള്ളതാണ് അതിന്റെ നിയമവശം. പക്ഷെ കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ കോൺട്രാക്ടറെ വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. സംഭവത്തിൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട്. PA രവി, പ്രമോദ് ചെറിയാൻ, KB പ്രതീഷ്, KR പ്രശാന്തൻ, PK ഉണ്ണികൃഷ്ണൻ, NV പ്രകാശൻ, റഫീഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ കോളേജ് തല ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നടത്തിയ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ലൈവ് സ്ട്രീമിംഗിനു ശേഷമായിരുന്നു കോളേജ് തല ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ PI ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ J ഫരീദ അധ്യക്ഷയായി. ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി, വൈസ് പ്രിൻസിപ്പൽ ആരിഫ് TA, IQAC കോർഡിനേറ്റർ സുനിയ ഇബ്രാഹിംകുട്ടി, PTA ട്രഷറർ മൊയ്തീൻകുട്ടി AC തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം പ്രശസ്ത ഗായികയായ ശ്രീകുട്ടി മഠത്തിലിന്റെ ഗാനവിരുന്ന് പരിപാടിക്ക് മാറ്റുകൂട്ടി. അൻസാർ സീനിയർ വിദ്യാർത്ഥികളുടെ വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി. പെങ്ങാമുക്ക് കരിച്ചാൽ മൂലേപ്പാട് റോഡരികിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകളും കുട്ടികളുടെ ഡയപ്പറുകളുമാണ് റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. മഴയിൽ ഇവ ചീഞ്ഞു നാറിയതോടെ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് വീടുകളില്ലാത്തത് മാലിന്യങ്ങൾ തള്ളുന്നത് കാരണമാകുന്നുണ്ട്. പെങ്ങാമുക്ക് ഭാഗത്തു നിന്നും മൂലേപ്പാട്, കാഞ്ഞിരമുക്ക് ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിലെത്താനുള്ള റോഡാണിത്. റോഡരികിൽ മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖ ചികിത്സ തുടങ്ങി. ഇനിയുള്ള 1 മാസം ആനത്താവളത്തിലെ കരിവീരക്കൂട്ടങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ കാലമാണ്. പട്ടിണി എന്താണെന്നറിയാത്ത ആനകളാണ് ഗുരുവായൂർ ദേവസ്വത്തിലേത്. ദിവസവും കുശാലാണ്. വർഷക്കാലമായാൽ പറയേണ്ട കാര്യമില്ല. പെരുവയർ നിറഞ്ഞു തന്നെ നിൽക്കും. വേനലിൽ എഴുന്നള്ളിപ്പുകൾക്കായി പൂരപ്പറമ്പുകൾ ഓടി നടന്ന് ക്ഷീണിതരായ ആനകൾക്ക് കർക്കിടകത്തിന് മുന്നോടിയായി ദേവസ്വം അക്ഷരാർത്ഥത്തിൽ സുഖമുള്ള ചികിത്സ തന്നെയാണ് നൽകുന്നത്. ആനകളുടെ ശരീരപുഷ്ടിയും തേജസ്സും ഓജസ്സും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിനു പിന്നിൽ. കഴിഞ്ഞ 35 വർഷമായി ആനകൾക്ക് ജൂൺ 1 മുതൽ 30 ദിവസം സുഖചികിത്സ നൽകാറുണ്ട്. ചികിത്സയ്ക്ക് മുന്നോടിയായി വിദഗ്ധ ഡോക്ടർമാർ ആനകളെ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള സമീകൃത ആഹാരമാണ് ഓരോ ആനകൾക്കും ഈ സമയത്ത് നൽകുന്നത്. വിരമരുന്ന് നൽകലാണ് ചികിത്സയുടെ ആദ്യഘട്ടം. ദിവസവും തേച്ചു കുളിപ്പിച്ച് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് ആനത്താവളത്തിലെ വടക്കേ മുറ്റത്ത് വരിയായി നിർത്തും. ആനകളുടെ തൂക്കത്തിനനുസരിച്ചുള്ള മരുന്ന് ചേർത്ത ചോറൂരുള്ള ആനവായിൽ നൽകും. ഇതിനു പുറമെ പട്ടയും പുല്ലും പഴങ്ങളും ലഭിക്കും. ലക്ഷങ്ങളാണ് വർഷം തോറും ദേവസ്വം ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്. 11 ലക്ഷം രൂപയാണ് ഇത്തവണത്തെ സുഖചികിത്സയ്ക്കായി ദേവസ്വം വകയിരുത്തിയിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ലാഭനഷ്ട കണക്കുകൾ നോക്കിയല്ല ആനകളെ പരിപാലിക്കുന്നതെന്നതിന് തെളിവാണ് ഈ ചികിത്സയെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. 26 ആനകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ 26 ആനകൾക്കും ഇനി വരുന്ന 1 മാസക്കാലം ജൂലൈ 31 വരെയുള്ള ദിവസങ്ങളിൽ മൂല്യമുള്ളതായിരിക്കുന്ന ഭക്ഷണം നൽകുന്നു. ഇങ്ങനെ 1 മാസക്കാലത്തെ ചികിത്സയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനകം 11 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ഗുരുവായൂർ ദേവസ്വം നീക്കിവെച്ചിട്ടുള്ളത്. പരിപാലനത്തിന് വേണ്ടി ഇത്രയും വലിയ ഒരു തുക 1 മാസക്കാലത്തെ പരിചരണത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന മറ്റേതെങ്കിലും ആനസങ്കേതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. കാരണം ആനകൾ ഗുരുവായൂരപ്പൻ്റെ സ്വകാര്യ സ്വത്താണ്. അതിൽ നിന്ന്
ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെയോ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയോ താല്പര്യമല്ല. ആകെയുള്ള 38 ആനകളിൽ 26 ആനകൾക്കാണ് ഇത്തവണ ചികിത്സ നൽകുന്നത്. മദപ്പാടിൽ തളച്ചിരിക്കുന്ന ബാക്കിയുള്ള ആനകൾക്ക് പിന്നീട് ചികിത്സ നൽകും. 15 ആനകളെ വരിയായി നിർത്തി തീറ്റപ്രിയൻ ദേവദാസിന് ചോറൂരുള നൽകി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സുഖചികിത്സ ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗങ്ങളായ VG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി, വാർഡ് കൗൺസിലർ ശൈലജ സുധൻ തുടങ്ങിയവരും ചോറൂരുള നൽകി. CCTV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ ജില്ലാ പഞ്ചായത്ത് തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് അനുവദിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ്, വാർഡ് മെമ്പർ വിമല നാരായണൻ, PTA പ്രസിഡന്റ് TJ ജെയിംസ്, OSS സെക്രട്ടറി ആൽഫ്രഡ് തയ്യൂർ, ബിജോയ് മാസ്റ്റർ, പത്മനാഭൻ മാസ്റ്റർ, PTA ഭാരവാഹികളായ രഘു തയ്യൂർ, കമലാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ദീർഘനാളത്തെ മുറവിളികൾക്കാണ് പരിഹാരമായത്. ജില്ലാ പഞ്ചായത്ത് 2022-23 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കിണർ ഉൾപ്പെടെ നിർമ്മിച്ചാണ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വരുത്തിയത്. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ ജനവിധിയുടെ പാഠങ്ങൾ എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. വർഗീയതയ്ക്കും ഏകാധിപത്യ പ്രവണതകൾക്കുമെതിരായ ജനവിധിയാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ഭരണപക്ഷ വിധേയത്വം പുലർത്തിയെന്നും പ്രാദേശിക പാർട്ടികൾക്കുള്ള പ്രസക്തി വർദ്ധിച്ചതായും ചർച്ചയിൽ അഭിപ്രായം ഉയർന്നു. ഇടം എക്സിക്യൂട്ടീവ് അംഗം ഷൌക്കത്ത് കടങ്ങോട് മോഡറേറ്ററായി. ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ്, MH നൌഷാദ്, അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ, KK സുമേഷ്, സുബ്രു നമ്പിടി, KR രാധിക, NS സത്യൻ, ശങ്കർദാസ്, വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭകളും സംഘടിപ്പിച്ചു. കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, PK അസീസ്, രമാ ബാബു, KK ജയന്തി, ഷീബ ചന്ദ്രൻ, കൃഷി ഓഫീസർ ഗായത്രി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അജിഷ, കൃഷി അസിസ്റ്റന്റ് അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധതരം ചെടികളും വിത്തുകളും വിൽപ്പന നടത്തുന്ന സ്റ്റാളുകൾ ഞാറ്റുവേല ചന്തയിൽ സജ്ജമാക്കിയിരുന്നു. ആദ്യമായി UAE-യിലേക്ക് സന്ദർശനത്തിനെത്തിയ മാർത്തോമ സഭയുടെ നവാഭിഷിക്തനായ കുന്നംകുളം സ്വദേശി സക്കറിയ മാർ അപ്രേ മെത്രാപ്പൊലീത്തയ്ക്ക് ജന്മനാട്ടിലെ പ്രവാസികൾ ഷാർജ മാർത്തോമ പള്ളിയിൽ സ്വീകരണം നൽകി. UAE-യിലുള്ള കുന്നംകുളത്തെ ക്രിസ്തീയ സംഘടനയിലെ പ്രതിനിധികൾ സ്വീകരണ യോഗത്തിൽ സംബന്ധിച്ചു. ഷാർജ മാർത്തോമ ഇടവക വികാരി ഫാദർ രഞ്ജു, കുന്നംകുളം ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പ് ലീഡർ റോബിൻ തോലത്ത്, വിൽസൺ ഇട്ടൂപ്പ്, രാജു ചെറുവത്തൂർ, സിലിൻ സൈമൺ, ബജിത്ത്, ജിമിൻ എന്നിവർ സംസാരിച്ചു. മണത്തല സൗത്ത് മരണാനന്തര സഹായ സമിതിയുടെ 41ാം വാർഷിക പൊതുയോഗവും N വിദ്യാസാഗർ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു. സമിതി പ്രസിഡന്റ് MG ജയരാജിന്റെ അധ്യക്ഷതയിൽ കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NV മധു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ 15 വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ശ്രീകൃഷ്ണ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ PS ജിഷ വിതരണം ചെയ്തു. സെക്രട്ടറി EC രാജേഷ് റിപ്പോർട്ടും ട്രഷറർ KK സുരേഷ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ചടങ്ങിൽ വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. PM മനോജ്, രാജൻ കുറുമ്പു, ശൈലജ രവീന്ദ്രൻ, MA കുഞ്ഞുമോൻ, സുബ്രഹ്മണ്യൻ KN, ശൈലജ രവീന്ദ്രൻ, ഷാജി നരിയംപുള്ളി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 64ാമത് വാർഷിക പൊതുയോഗം വ്യാപാര ഭവനിൽ നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ചേംബർ പ്രസിഡന്റ് KP സാക്സന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ജോജി തോമസ് മുഖ്യാതിഥിയായിരുന്നു. സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് KA അസി വിവരിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് 2024-25 വർഷത്തേക്ക് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KP സാക്സൺ, സെക്രട്ടറി KM അബൂബക്കർ, വൈസ് പ്രസിഡന്റുമാരായി വിൽസൺ മാത്യൂസ്, CM നാരായണൻ, ജോയിന്റ് സെക്രട്ടറിമാരായി രാജു B ചുങ്കത്ത്, AA ഹസൻ, ട്രഷറർ MK പോൾസൺ എന്നിവരെ തെരഞ്ഞെടുത്തു. യോഗത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനേഷ് തെക്കേക്കര, വനിതാ വിംഗ് പ്രസിഡന്റ് ജയ്മോൾ ബാബു, സ്പോർട്സ് വിംഗ് പ്രസിഡന്റ് സിൻഡോ ജോയ് എന്നിവർ സംസാരിച്ചു.
ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഡിയുടെ പുതിയ ലയൺ ഇയറിന് തുടക്കം കുറിച്ചു. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ 200 ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ലയൺ ഇയറിന് തുടക്കമായത്. ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ലയൺസ് റീജിയണൽ ചെയർമാൻ ലിജോ ജോർജ് കുട്ടി നിർവഹിച്ചു. ചൂണ്ടൽ ക്ലബ് പ്രസിഡന്റ് മധു ചൂണ്ടൽ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപിക ഷീജ ടീച്ചർ, ലയൺസ് ക്ലബ് സെക്രട്ടറി VS സജി, ട്രഷറർ TT രാജൻ, വൈസ് പ്രസിഡന്റ് ഷാജിലി ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു. അന്ധത നിവാരണ പദ്ധതിയുടെ ഭാഗമായി ഐകെയർ ഫസ്റ്റ് എയ്ഡ് കിറ്റുകളുടെ വിതരണവും നേത്രരോഗ ക്യാമ്പുകളും, പ്രമേഹരോഗ നിർണയ പദ്ധതിയുടെ ഭാഗമായി ഡയബറ്റിക് ക്യാമ്പുകളും, സ്ട്രിപ്പുകൾ ഉൾപ്പെടെ ഗ്ലൂക്കോമീറ്റർ വിതരണവും, ചൈൽഡ്ഹുഡ് ക്യാൻസർ നിവാരണ പദ്ധതിയുടെ ഭാഗമായി പോഷകാഹാര കിറ്റ് വിതരണവും, റിലീവിംഗ് ഹങ്കർ പദ്ധതിയുടെ ഭാഗമായി സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും, പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി വേപ്പിലത്തോട്ട നിർമ്മാണം തുടങ്ങിയ 5 പദ്ധതികളാണ് ലയൺസ് ക്ലബ് നടപ്പിലാക്കിയത്. CCTV ന്യൂസ്, കേച്ചേരി. കിളിക്കൂട്ടിൽ നിന്നും 8 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. ചാവക്കാട് എടക്കഴിയൂർ ജുമാഅത്ത് പള്ളിക്ക് കിഴക്കുവശം താമസിക്കുന്ന INTC തൊഴിലാളിയായ കല്ലിങ്ങൽ യൂസഫിന്റെ വീട്ടിലുള്ള കിളിക്കൂട്ടിലാണ് 8 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. കിളിക്കൂട്ടിൽ നിന്നും കിളികളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. കൂട്ടിൽ 27 കിളികൾ ഉണ്ടായിരുന്നതിൽ 20 കിളികളെ പാമ്പ് ഭക്ഷിച്ചു. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്നേക് ക്യാപ്ചർ വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ മൂർഖൻ പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി. കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശനശാല വ്യാഴാഴ്ച പുന്നയൂർ കൃഷിഭവന് സമീപം നടക്കും. ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ കീട കുമിൾ നാശിനികൾ, വിത്തുകൾ, വളക്കൂട്ടുകൾ, ജൈവ കൃഷി ഉൽപ്പന്നങ്ങൾ, കീടരോഗ നിയന്ത്രണ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ ചലിക്കുന്ന പ്രദർശനശാലയിൽ ലഭ്യമാണ്. മണ്ണുത്തിയിൽ പോകാതെ തന്നെ വാങ്ങുവാനും ഇതിനെക്കുറിച്ച് പഠിക്കുവാനും കർഷകർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്, പുന്നയൂർ കൃഷി ഓഫീസർ അറിയിച്ചു. തിപ്പലശ്ശേരി യുവഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 38ാം വാർഷികത്തിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെയും ഇസാഫ് ബാങ്ക് പെരുമ്പിലാവ് ശാഖയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിപ്പലശ്ശേരി ALP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ പങ്കെടുത്തവരിൽ തിമിര ശസ്ത്രക്രിയ ആവശ്യമായവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് രാഹുൽ, സെക്രട്ടറി ഷിതിൻ എന്നിവർ പറഞ്ഞു. യുവഭാവന ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് മഹേഷ്, ജോയിന്റ് സെക്രട്ടറിമാരായ വിഷ്ണു, അഭിനവ്, മറ്റംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കരിക്കാട് ഗ്രാമീണ വായനശാലയിൽ വായനാ പക്ഷാചരണം നടന്നു. ബാലവേദി മെന്റർ ഷഫ്ന സദാത്ത്, ഡോക്ടർ ലോഹിതാക്ഷൻ എന്നിവർ കുട്ടികളുമായി സംവദിച്ചു. വൈകിട്ട് 4-ന് പക്ഷാചരണത്തിന്റെ ഭാഗമായി പ്രശസ്ത കവി ഇടപ്പള്ളി രാഘവൻ പിള്ള അനുസ്മരണത്തിന്റെയും അനുമോദന സദസ്സിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ സൗദ അബൂബക്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ ലോഹിതാക്ഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വായനശാലയ്ക്ക് ലഭിച്ച ഫർണിച്ചറുകൾ ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിശ്വംഭരൻ, കവിയും ഗാനരചയിതാവുമായ മായമ്മക്കുട്ടി, വായനശാല പ്രസിഡന്റ് വേണുഗോപാൽ, സെക്രട്ടറി ബൈജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് മേഖലയിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷയിൽ വിജയിച്ച വെള്ളാറ്റഞ്ഞൂർ പ്രദേശത്തെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ബാങ്ക് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് വേലൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് TM വേണു അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി PA ഉണ്ണികൃഷ്ണൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് AN സോമനാഥൻ, ഭരണസമിതി അംഗങ്ങളായ ഗീതാരാജൻ, റെക്സി ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ബാലമുരളി മാസ്റ്റർ സ്വാഗതവും KG ശശിധരൻ നന്ദിയും പറഞ്ഞു. കല്ലുപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 19ാമത് വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. വർഗീസ് മെമ്മോറിയൽ കോൺഫറൻസ് ഹാളിൽ KCCF പ്രസിഡന്റ് സിജു ചുമാർ പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗം മുതിർന്ന അംഗം PC താരുകുട്ടി ഉദ്ഘാടനം ചെയ്തു. സിജു ചുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ ജോസ് വൈദ്യർ റിലീഫ് വിതരണം ചെയ്തു. KCCF അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 ബിരുദം, ബിരുദാനന്തര ബിരുദം നേടിയ വിദ്യാർത്ഥികളെയും വിവാഹ ജീവിതത്തിൽ 25ഉം 50ഉം വർഷം പൂർത്തീകരിച്ചവരെയും ഷഷ്ടിപൂർത്തിയും സപ്തതിയും നവതിയും തികഞ്ഞവരെയും ആദരിച്ചു.
തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സംഘടനയിലെ 700ഓളം കുടുംബാംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. വൈദികരായ ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, ഫാദർ അപ്രേം അന്തിക്കാട്, ഫാദർ ഷൈമോൻ ഏലിയാസ്, ഫാദർ വർഗീസ് വാഴപ്പുള്ളി, ഫാദർ തോമസ് കുര്യൻ എന്നിവർ സംസാരിച്ചു. KCCF സെക്രട്ടറി റെന്നി ചെറുവത്തൂർ സ്വാഗതവും ട്രഷറർ ബിജു താരുകുട്ടി നന്ദിയും പറഞ്ഞു. മന്ദലാംകുന്ന് EMS ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി LLM പരീക്ഷയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ ഫൗണ്ടേഷൻ അംഗം അഡ്വക്കേറ്റ് VU കാവ്യയെ മന്ദലാംകുന്ന് EMS ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് CM സനഫു അധ്യക്ഷത വഹിച്ചു. MA വഹാബ്, VK ഇർഷാദ്, TS ഷാജി, അശോകൻ മുണ്ടന്തറ, AM ഹംസത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സാങ്കേതിക കാരണങ്ങളാൽ മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് ചടങ്ങിനെത്താൻ കഴിയാതിരുന്ന NK അക്ബർ MLA കാവ്യയുടെ വസതിയിലെത്തി ഫൗണ്ടേഷനു വേണ്ടി പൊന്നാട അണിയിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2023-24 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണപ്പൂക്കൾ വനിതാ ഗ്രൂപ്പുകൾക്കുള്ള ചെണ്ടുമല്ലി തൈ വിതരണം നടത്തി. 15ാം വാർഡിൽ ഉൾപ്പെടുന്ന തട്ടകം സെന്ററിൽ നടന്ന ചടങ്ങിൽ ശ്രീ ഗുരുവായൂരപ്പൻ കുടുംബശ്രീ യൂണിറ്റിന് തൈ വിതരണം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, PK അസീസ്, രമാ ബാബു, KK ജയന്തി, ഷീബ ചന്ദ്രൻ, കൃഷി ഓഫീസർ ഗായത്രി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ അജിഷ, അനൂപ്, കൃഷി അഗ്രി CRP ഐശ്വര്യ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഓണക്കാലത്തെ പൂവിപണി ലക്ഷ്യം വെച്ചാണ് പഞ്ചായത്ത് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. തിരുവത്ര കുഞ്ചേരി ദേശാഭിമാനി വായനശാലയുടെ നേതൃത്വത്തിൽ ദുബായിലെ കുഞ്ചേരി പ്രവർത്തകരുടെ സഹകരണത്തോടെ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭ 4ാം വാർഡിലെ SSLC+2 LSS സ്കോളർഷിപ്പ് വിജയികളെ അനുമോദിക്കാനായി ചേർന്ന ചടങ്ങ് ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ഉപഹാര വിതരണം നടന്നു. ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക്, CPM തിരുവത്ര ലോക്കൽ സെക്രട്ടറി KH സലാം എന്നിവർ സംസാരിച്ചു. വായനശാല പ്രസിഡന്റ് MG കിരൺ അധ്യക്ഷനായി. സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ RV സ്വാഗതവും ട്രഷറർ MR ലോഹിതാക്ഷൻ നന്ദിയും പറഞ്ഞു. CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KR ആനന്ദൻ, TM ദിലീപ്, സാമൂഹ്യ കാരുണ്യ പ്രവർത്തകനായ PN ബാബുരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. SSF മന്ദലാംകുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സാഹിത്യോത്സവം നടത്തി. SSF ഡിവിഷൻ പ്രസിഡന്റ് ഷിയാസ് അഷ്റഫി യോഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി LLM പരീക്ഷയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് VU കാവ്യ ഉണ്ണികൃഷ്ണനെയും SSLC+2 വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും മദ്രസ വിദ്യാർത്ഥികൾക്കും പുരസ്കാരം നൽകി. വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർ KA യൂസഫ് പുരസ്കാര വിതരണോദ്ഘാടനം നിർവഹിച്ചു. അനസ് മുയിനി അധ്യക്ഷത വഹിച്ചു. നിയാസ് കൂളിയാട്ട് സ്വാഗതം പറഞ്ഞു. മുഹമ്മദ് ആരിഫ് കരിയാടൻ, ഷമീർ കൊന്നമാക്കൽ, സുൽത്താൻ മന്ദലാംകുന്ന് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഷാഹിദ്, സദ്ദാം, ഫയസ്, ഷുക്കൂർ കരിയാടൻ, അഷ്ഫാർ കിഴക്കൂട്ട് എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 21ാം നൂറ്റാണ്ടിലെ യുവത്വം എന്ന വിഷയത്തിൽ ചർച്ച നടത്തി. രവി കട്ടശ്ശേരി നേതൃത്വം നൽകി. സ്മരണ അംഗങ്ങളുടെ മക്കളിൽ 10ാം ക്ലാസ് +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ കൂട്ടായ്മ സ്ഥാപക ചെയർമാൻ ഉമ്മർ അറക്കൽ, സ്ഥാപക സെക്രട്ടറി CT സോമരാജ്, സ്ഥാപക ട്രഷറർ ഷാജു ചെറുവത്തൂർ എന്നിവർ ആദരിച്ചു. സ്മരണ ചെയർമാൻ സജീവ് കരുമാലിക്കൽ അധ്യക്ഷത വഹിച്ചു. T കൃഷ്ണദാസ്, സുരേഷ് വെളിയത്ത്, PK ഷക്കീർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി AK സതീഷ് കുമാർ സ്വാഗതവും വൈസ് ചെയർമാൻ ജോഷി ചെറുവത്തൂർ നന്ദിയും പറഞ്ഞു. സേവനപാതയിൽ 1 നൂറ്റാണ്ട് പിന്നിട്ട് ചിറ്റാറ്റുകര പോസ്റ്റ് ഓഫീസ്. നാടിന്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച തപാൽ ഓഫീസിന്റെ 100ാം വർഷ ആഘോഷവേളയിൽ അനുമോദനവുമായി കോൺഗ്രസ് പ്രവർത്തകരെത്തി. ചിറ്റാറ്റുകര പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 100 വർഷം. എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാറ്റുകരയിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് സേവന പാന്താവിൽ 1 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലം വരെ ആശയവിനിമയങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ആശ്രയിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ് 100ാം വർഷം പിന്നിട്ടതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ എളവള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ടെത്തി. ആധുനിക കാലഘട്ടത്തിൽ സാങ്കേതികവിദ്യ വികസിച്ചതോടെ പുതിയ മാറ്റങ്ങൾ വരികയും പോസ്റ്റ് ഓഫീസിനുള്ള പ്രാധാന്യം കുറയുകയും ചെയ്തുവെങ്കിലും തലമുറകളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന പോസ്റ്റ് ഓഫീസിലെത്തി കോൺഗ്രസ് പ്രവർത്തകർ മധുര വിതരണം നടത്തി. കോൺഗ്രസ് എളവള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം MP ശരത്കുമാർ,
നേതാക്കളായ സോജൻ വാഴപ്പുള്ളി, ജിജി എളവള്ളി, ചാർലി തോമസ്, അനീഷ്, ജോസൻ എന്നിവരാണ് പോസ്റ്റ് ഓഫീസിലെത്തി മധുര വിതരണം നടത്തിയത്. CCTV ന്യൂസ് കേച്ചേരി. കുന്നംകുളം ലയൺസ് ക്ലബ്ബ് ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തി. കറിവേപ്പില തോട്ട നിർമ്മിച്ച് നൽകുകയും പ്രമേഹ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചൈൽഡ്ഹുഡ് ക്യാൻസർ പ്രോട്ടീൻ കിറ്റ്, വിഷൻ ഐ പ്രൊട്ടക്ഷൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഭക്ഷണ കിറ്റ് തുടങ്ങിയ വിതരണം ചെയ്യുകയുമാണ് ഉണ്ടായത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഗ്ലോബൽ സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയത്. സ്കൂളിലെ ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് CK അപ്പുമോൻ അധ്യക്ഷനായി. റീജിയണൽ ചെയർപേഴ്സൺ ജ്യോതി സുരേന്ദ്രൻ, സോൺ ചെയർപേഴ്സൺ ഗിൽബർട്ട് S. പാർമേൽ, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ചന്ദ്രൻ, ഗുരുവായൂർ പ്ലേയേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഹരിദാസ്, ഫാദർ തോമസ് മാത്യു എന്നിവർ സംസാരിച്ചു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് ചീരൻ സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പാൾ ലിസി NJ നന്ദിയും പറഞ്ഞു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടേഴ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. ത്യാഗപൂർണമായ സേവനങ്ങൾ ഓർക്കുവാനും അവരെ ആദരിക്കാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ് അഭിപ്രായപ്പെട്ടു. ഡോക്ടർമാർ നൽകുന്ന നിസ്വാർത്ഥ സേവനങ്ങൾക്ക് നന്ദി അർപ്പിക്കാൻ ഉതകുന്ന പ്രസംഗം, സ്കിറ്റ്, പ്ലക്കാർഡുകളുടെ പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചു. ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അധ്യാപകരോടൊത്ത് കുന്നംകുളം താലൂക്ക് ഹോസ്പിറ്റൽ, മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, യൂണിറ്റി ഹോസ്പിറ്റൽ, ദയ റോയൽ ഹോസ്പിറ്റൽ എന്നിവിടങ്ങൾ സന്ദർശിച്ച് പുഷ്പങ്ങളും ആശംസാ കാർഡുകളും നൽകി ഡോക്ടേഴ്സിനെ ആദരിച്ചു. മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ രാധാമണി, നല്ലപാടം കോർഡിനേറ്റർ നിത്യ V, അധ്യാപകരായ ഷീജ AK, ലത കാഞ്ഞങ്ങാട്ട്, രമ്യ MR, സജിത M എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 1 പെൻഷൻ പരിഷ്കരണ ദിനത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. KSSPU ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് K. ഗിരീന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MF ജോയ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കൗൺസിലർ VK ജയരാജൻ, ഭാരവാഹികളായ തോംസൺ വാഴപ്പള്ളി, P.I. ലാസർ, ബ്രില്യന്റ് വർഗീസ്, KP പോളി എന്നിവർ സംസാരിച്ചു. മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ലൂക്കോസ് തലക്കോട്ടൂരിനും ജില്ലാ ഭരണസമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട MV ജോസിനും പുന്നൂർകുളം ആൽത്ര യൂണിറ്റ് മർച്ചന്റ് അസോസിയേഷൻ സ്വീകരണം നൽകി. വ്യാപാര ഭവൻ ഓഫീസിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് KM പ്രകാശന്റെ അധ്യക്ഷതയിൽ ഷാലിമാർ മുഹമ്മദ് അലി, VG ബാലകൃഷ്ണൻ, VM മുസ്തഫ, CK ഷൺമുഖൻ, MK അരവിന്ദാക്ഷൻ, TK ശ്രീനിവാസൻ, N ഗോപി, P ബാബു, TJ മൈക്കിൾ തുടങ്ങി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സെക്രട്ടറി IK സച്ചിദാനന്ദൻ, ലൂക്കോസ് തലക്കോട്ടൂർ, KM പ്രകാശൻ, MV ജോസ് എന്നിവരെ ഷാൾ അണിയിച്ച് ആദരിച്ചു. ട്രഷറർ അബ്ദുൾ ഷുക്കൂർ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ സ്വാഗതവും ട്രഷറർ അബ്ദുൾ ഷുക്കൂർ നന്ദിയും പറഞ്ഞു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കടവല്ലൂർ വട്ടമ്മാവിലെ ചങ്ങരംകുളം ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകട ഭീഷണിയിൽ. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ 4 തൂണുകളും ഇളകി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. കുന്നംകുളം മുൻ MLA ബാബു M പാലിശ്ശേരിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ചതാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ശക്തമായ മഴയെ തുടർന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം നിൽക്കുന്ന വെള്ളക്കെട്ട് കാരണം അടിത്തറ ഇളകിയതാവാം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ കേടുപാടുകൾക്ക് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. YMCA തൃശൂർ റീജിയൺ ഭാരവാഹികളുടെയും പഴഞ്ഞി മങ്ങാട് യൂണിറ്റ് ഭാരവാഹികളുടെയും സ്ഥാനാരോഹണവും ഫാമിലി മീറ്റും നടത്തി. പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയത്തിൽ ജോർജ് വില്യംസ് നഗറിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം YMCA കേരള റീജിയൺ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ നിർവഹിച്ചു. സബ് റീജിയൺ ചെയർമാൻ ജോൺസൺ മാറോക്കി അധ്യക്ഷത വഹിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് മികച്ച യൂണിറ്റുകൾക്കുള്ള ഉപഹാര സമർപ്പണവും നടത്തി. തൃശൂർ റീജിയൺ ചെയർമാനായി ജോൺസൺ മാറോക്കിയെയും വൈസ് ചെയർമാൻമാരായി ബേബി വാഴക്കാല, ഡെസ്റ്റിൻ ഡെന്നി തുടങ്ങിയവർ ചുമതലയേറ്റു. YMCA സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി ചെറിയാൻ, സെക്രട്ടറി ഡേവിഡ് സാമുവൽ, ഫാദർ സക്കറിയ കൊളന്നൂർ, കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ES തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഫാമിലി മീറ്റിൽ മേഖലയിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂണിവേഴ്സിറ്റികളുടെ പശ്ചാത്തലത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് നിരക്കാത്ത സ്വഭാവങ്ങൾ കാണുവാൻ തുടങ്ങിയപ്പോൾ കണ്ടുനിന്ന
സർ ജോർജ് വില്യംസ് അവറുകൾ ഈ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു, വചനത്തിലേക്ക് ആകർഷിച്ചു, പ്രാർത്ഥനയിലേക്ക് ആകർഷിച്ചു. അവിടെ നിന്ന് ആരംഭിച്ച പ്രസ്ഥാനം ഇന്ത്യയിലെ അതിൻ്റെ ആദ്യ യൂണിറ്റുകളിലൊന്ന് കുന്നംകുളം YMCA 1888 ആരംഭിക്കുവാൻ കഴിയും. പഴഞ്ഞിക്കാരുടെ കൂട്ടായ്മയായ പഴഞ്ഞി അങ്ങാടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി മാർ ബസേലിയോസ് മാർത്തോമ സ്കൂളുകളിൽ മാതൃഭൂമി പത്രത്തിന്റെ വിതരണം തുടങ്ങി. മാർ ബസേലിയോസ് സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം കൂട്ടായ്മ പ്രസിഡന്റ് ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ നിർവഹിച്ചു. ഹെഡ് മാസ്റ്റർ ജിബ്ലസ് ജോർജ് പത്രം ഏറ്റുവാങ്ങി. മാർത്തോമ സ്കൂളിൽ സ്കൂൾ മാനേജർ അനൂപ് ഫിലിപ്പോസ്, ഹെഡ് മാസ്റ്റർ ലൈനു എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. മാതൃഭൂമി പ്രാദേശിക ലേഖകൻ നിഖിൽ, കൂട്ടായ്മ ട്രഷറർ എൽദോ ചീരൻ, കൂട്ടായ്മ ചാരിറ്റി കൺവീനർ വില്യംസ് ഉതുപ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഞമനേങ്ങാട് ബോധിധർമ്മ അക്കാദമിയിൽ നടന്ന കരാത്തെ ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാന ചടങ്ങ് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സരിത ഷാജിയുടെ അധ്യക്ഷതയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ കരാത്തെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും ഏഷ്യൻ കരാത്തെ ഫെഡറേഷൻ റഫറിയും ഗോജുകാൻ കരാത്തെ അസോസിയേഷൻ ഇന്ത്യയുടെ ചീഫ് ഇൻസ്ട്രക്ടറുമായ കാഷി മധു വിശ്വനാഥ്, വടക്കേക്കാട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ, സെൻസായ് റെജിമോൻ ബേണി എന്നിവർ സംസാരിച്ചു. ബോധിധർമ്മ അക്കാദമി ഡയറക്ടറും ചീഫ് ഇൻസ്ട്രക്ടറുമായ ഷിഹാൻ മനോജ് KS ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനം നിർവഹിച്ചു. തുടർന്ന് കരാത്തെ വിദ്യാർത്ഥികളുടെ കരാത്തെ പ്രദർശനവും നടന്നു. ബോധിധർമ്മ അക്കാദമി പ്രസിഡന്റ് സെൻസായ് സജീർ സ്വാഗതവും ജനറൽ സെക്രട്ടറി സെൻസായ് ഷഹീൻ നന്ദിയും പറഞ്ഞു. പുതിയ ലയണിസ്റ്റിക് വർഷാരംഭത്തിൽ കാണിപ്പയൂർ ലയൺസ് ക്ലബ്ബ് 8 ഗ്ലോബൽ പ്രൊജക്റ്റുകൾ ഒരേ ദിവസം നടപ്പിലാക്കി. കാണിയാമ്പാൽ CMS LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ലയൺസ് റീജിയൻ 7 ചെയർമാൻ ലയൺ ലിജോ ജോർജ് കുട്ടി MJF ഉദ്ഘാടനം ചെയ്തു. സോൺ ചെയർമാൻ CJ ജോബി മുഖ്യപ്രഭാഷണം നടത്തി. കാണിപ്പയൂർ ക്ലബ്ബ് പ്രസിഡന്റ് മിഥുൻ ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മുള്ളത്ത് ലുക്മാൻ, സെക്രട്ടറി ഗോകുൽ കൃഷ്ണ, ട്രഷറർ ബിന്ദു നാരായണൻ, വിഷ്ണു ഭാരതിയൻ തുടങ്ങിയവർ വിവിധ പ്രോജക്റ്റുകൾ പൂർത്തീകരിച്ചു. നവമാധ്യമ കാഴ്ച. വനപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാട്ടാന ശല്യം സ്ഥിര സംഭവമായിരിക്കുകയാണ്. മുന്നിൽ വരുന്ന കാട്ടാനയ്ക്ക് മുന്നിൽ പകച്ചു പോകുന്നവരുണ്ട്. അതേസമയത്ത് തന്നെ മനഃശക്തി കൊണ്ട് രക്ഷപ്പെടുന്നവരും നിരവധിയാണ്. കാണാം കാണിപ്പയിൽ നിന്ന് അവിനാഷ് നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6600 രൂപ, പവന് 52,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 94 രൂപ. ചരമം അക്കിക്കാവ് കല്ലുവെട്ട് കുഴിയിൽ മോഹനൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. ലളിത ഭാര്യയും അനിലൻ, അനിത എന്നിവർ മക്കളുമാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പോർക്കുളം ചുങ്കത്ത് ഇട്ടിയേശൻ മകൻ സ്കറിയ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. ശാന്ത ഭാര്യയും ബ്രിജീവ്, ബ്രിജിനി, ബ്രിജിത്ത് എന്നിവർ മക്കളുമാണ്. പുന്നൂർകുളം ചമ്മന്നൂർ അമൽ സ്കൂളിന് സമീപം പരേതനായ കിഴക്കേവളപ്പിൽ കോരൻ മകൻ ദേവദാസ് നിര്യാതനായി. 45 വയസ്സായിരുന്നു. ഡ്രൈവറാണ് പരേതൻ. സംസ്കാരം ആറ്റുപുറം നിദ്രാലയം വൈദ്യുതി ശ്മശാനത്തിൽ നടന്നു. കുമാരി ഭാര്യയും ദിയ, ദിലു എന്നിവർ മക്കളുമാണ്.
മരത്തങ്കോട് ഇമ്മട്ടി വീട്ടിൽ പരേതനായ ചാക്കുണ്ണി മകൻ IC ചിന്നൻ നിര്യാതനായി 63 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി സെമിത്തേരിയിൽ നടക്കും. സുധ ഭാര്യയും സുജിത, സുനിത, സുജിത്ത് എന്നിവർ മക്കളുമാണ്. മരത്തങ്കോട് മണ്ടുമ്പ ലോറൻസ് നിര്യാതനായി 53 വയസ്സായിരുന്നു. കുന്നംകുളത്തെ ഓട്ടോ ഡ്രൈവറാണ് പരേതൻ. ലിജി ഭാര്യയും ആൻസി മകളുമാണ്. സംസ്കാരം ആർത്താട് സെന്റ് മേരി സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടന്നു. അഞ്ഞൂർ തൊഴിയൂർ ഹൈസ്കൂളിന് സമീപം കൊളപ്പുരയ്ക്കൽ ബാലകൃഷ്ണൻ നിര്യാതനായി 61 വയസ്സായിരുന്നു. പത്മിനി ഭാര്യയും ബിബിൻ, നിധിൻ, നയനകൃഷ്ണ എന്നിവർ മക്കളുമാണ്. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-ന് കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടക്കും. കാട്ടകമ്പാൽ തലയേക്കര കുഞ്ഞുണ്ണി ഭാര്യ പത്മാവതി നിര്യാതയായി 79 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് അയനൂർ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ശ്രീനിവാസൻ, സുധാകരൻ, ജയൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും തീരദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭം. തീരത്ത് ഭിത്തി നിർമ്മാണത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് NK അക്ബർ MLAയും പഞ്ചായത്ത് ജനപ്രതിനിധികളും ചേർന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനുമായി കൂടിക്കാഴ്ച നടത്തി. സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി. ചാവക്കാട് ഇരട്ടപ്പുഴ കോളനിപ്പടിയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് 3 പേർക്ക് പരിക്ക്. പുതുവീട്ടിൽ ഷറഫുദ്ദീന്റെ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് മുറിഞ്ഞു വീണത്. ഷറഫുദ്ദീന്റെ ഭാര്യ താഹിറ, താഹിറയുടെ സഹോദരിമാരായ സുബൈദ, ഷമീറ എന്നിവർക്ക് പരിക്ക്. ഒരുമനയൂരിൽ റോഡിലേക്ക് നാടൻ ബോംബെറിഞ്ഞ സംഭവത്തിൽ യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റിലായത് 20-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മസ്താൻ ഷഫീഖ്. വീട്ടിൽ ബോംബ് സൂക്ഷിച്ചത് മാതാവ് ചോദ്യം ചെയ്തതോടെ മദ്യലഹരിയിലായിരുന്ന ഷഫീഖ് റോഡിലേക്ക് എറിയുകയായിരുന്നുവെന്ന് മൊഴി. നെല്ല് സംഭരണ വിതരണ കേന്ദ്രത്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയ CPIM നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത്. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂരിലുള്ള ചൂണ്ടൽ നെല്ല് സംഭരണ കേന്ദ്രത്തിന്റെ അക്കൗണ്ടിൽ നിന്നും വ്യാജ ഒപ്പിട്ട് 9,30,000 രൂപ തട്ടിയെടുത്ത CPIM നേതാവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ KP രമേശിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. ഇനിയുള്ള 1 മാസം ആനത്താവളത്തിലെ കരിവീരക്കൂട്ടങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ കാലം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.